ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 15 ആണ്. ഇന്ന് ഞാൻ കാച്ചിയ എണ്ണ തന്നെയാണ് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ആഴ്ചയിൽ 2 തവണയായിട്ടോ ഞാൻ കാച്ചിയ എണ്ണ തലയിൽ തേക്കുന്നത്. ബ്ലൈൻഡ്ലി എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡെയിലി ഒരു 300 to 400 ഹെയർ പോരുന്ന എൻ്റെ തലയിൽ നിന്ന് ഇപ്പോൾ ഒരു 2 to 3 ഹെയർ ആയിട്ടത് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഓയിൽ ഡബിൾ ഹീറ്റ് ചെയ്തതിന് ശേഷമായിട്ടോ ഉപയോഗിക്കാറ്. ജസ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും സ്പൂണിൽ കുറച്ച് ഓയിൽ എടുത്തതിന് ശേഷം അതൊന്ന് ഡബിൾ ഹീറ്റ് ചെയ്യും. അതിനുശേഷം നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തലയിൽ എന്തെങ്കിലും ചട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തല ചീവി അതിന് ചടയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എണ്ണ കാച്ചുന്ന ടൈമിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആയിരുന്നില്ല. എന്നിട്ട് പോലും ഉള്ള സാധനങ്ങൾ വെച്ച് കാച്ചിട്ട് പോലും നമുക്ക് ഹെയറിന് ഇത്രയും യൂസ്ഫുള്ളായത്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ എങ്ങനെയാണ് ഞാൻ എണ്ണ കാച്ചിയത്, അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തത്, ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എണ്ണ കാച്ചാൻ ഒട്ടും തന്നെ അറിയത്തില്ലാത്ത ആളുകൾക്ക് അത് പോയി റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 90% എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അലോവേരയ്ക്ക് ചിലർക്കൊക്കെ അലർജി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് അലോവേര വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എണ്ണ ഇങ്ങനെ ഡബിൾ ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പം നമ്മളത് ഓവർ ഹീറ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭയങ്കര ചൂടായിട്ടുണ്ടെങ്കിൽ അത് മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഇളം ചൂടാകുമ്പോൾ തന്നെ നമ്മളത് വാങ്ങുക. അതിന് ശേഷം പിന്നെയും ഒന്ന് തണുപ്പിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്തതിന് ശേഷമാണ് തലയിൽ തേക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു വിസിബിൾ ഹെയർ ഗ്രോത്ത് ഒന്നും നമുക്കിതിൽ കാണാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് ഹെയർ ലോസിനെ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യും. ഞാൻ ആ എണ്ണയുടെ ഒരു ചൂടാറിയതിന് ശേഷം കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ചടയൊക്കെ മാറ്റി കളയുന്നുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഹെഡ് മസാജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത പോലെയല്ല, ഞാനിപ്പം അത്യാവശ്യം റെഫറൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഹെഡ് മസാജ് ചെയ്യുന്നത്. നമ്മൾ നെയിൽ ടിപ്പ് വെച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെയർ ലോസിന് കാരണമാകും. സോ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ച് വേണം നമ്മൾ എപ്പോഴും ഹെഡ് മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹെയർ ലോസിൻ്റെ ഒരു പീക്ക് ലെവലിൽ കൂടി കടന്നുപോയ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കോമ്പി കാണുന്നത് പോലെ ഒരു 2 to 3 ഹെയർസൊക്കെയാണ് എനിക്ക് പോകുന്നുള്ളൂ. അത് ഞാൻ ഇത്രയും നേരം ചീവിയതിന് ശേഷവും വിരലെണ്ണാവുന്ന മുടി മാത്രമാണ് പോയിട്ടുള്ളത്. സ്കാൽപ്പിൽ എണ്ണ തേക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയറിൻ്റെ ടിപ്പിലും എണ്ണ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഓടിപ്പോയി തല കഴുകി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് തലയിലത് അപ്ലൈ ആവുന്നത് വരെ നമ്മൾ ഹെഡ് മസാജ് ചെയ്ത് കുറച്ചൊന്ന് ഹീറ്റൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്ത് കുറച്ച് ഹെഡിൽ നമ്മൾ മുടി ഒന്ന് സ്നേഹിച്ച് കുറച്ച് നേരം ഒന്ന് മസാജൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നമുക്കൊരു 1 മന്തിലൊക്കെ അറിയാൻ പറ്റും. ന്യൂ ഹെയർസ് വരുന്നത് കാണാം, ടൈനി ഹെയർസ് വരുന്നത് കാണാം. അങ്ങനെ 2 മന്ത്സ് മുന്നേ ഞാൻ വീട്ടിൽ വരുന്ന ആ ടൈമിലുണ്ടായിരുന്ന ഒരു ഹെയറിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊന്നുമല്ല എനിക്കിപ്പോൾ ഉള്ളത്. മുടി തഴച്ച് വളരുന്നില്ലെങ്കിലും ബേബി ഹെയർസ് ഉണ്ടാവുമെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വർക്ക് പ്രഷറൊക്കെ ആയിട്ട് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റാതെ ഹെയറിന് വേണ്ടി നമുക്ക് ഒട്ടും സമയം മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ മുടി പൂർണ്ണമായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുന്നത്. സോ നമുക്കൊരു 15 മിനിറ്റ്സെങ്കിലും മുടിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഡെയിലി ഒരു ഹാഫ് ആൻ അവർ, ചിലപ്പം ചിലർക്ക് കൂടുതലായിരിക്കാം. മേ ബി ലേറ്റായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ അത്രയും നേരം ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇരിക്കാനും അവർക്ക് റെസ്റ്റ് ടൈമും ഒക്കെ പരിഗണിക്കുമ്പം നമ്മളൊരു 15 മിനിറ്റ്സ് നേരമെങ്കിലും ഹെയർ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഹെയറിലൊന്നും അപ്ലൈ ചെയ്യാനില്ല, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ ഫൈനാൻഷ്യലി ഓക്കെ അല്ലാത്തവർക്കൊക്കെ നമ്മൾ നോർമൽ കോക്കനട്ട് ഓയിൽ ഇതുപോലെ ഡബിൾ ഹീറ്റ് ചെയ്തിട്ട് ഹെഡ് മസാജ് ചെയ്താൽ മതി. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുടി ഇങ്ങനെ ചുരുട്ടി കെട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം പോയിട്ട് നന്നായിട്ട് നമ്മൾ ഏതാണോ ഷാമ്പു യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ച് കഴുകി കണ്ടീഷണർ ഉപയോഗിക്കാവുന്നതാണ്.